ഇത് കേവലം ഒരു വിഷയത്തിലല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ധാതു ഖനനവുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഒരു യൂട്ടേൺ ഉണ്ട്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഒരു യൂട്ടേൺ ഉണ്ട്. അതിന്റെ പിന്നാലെയാണ് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു യൂട്ടേൺ. ഇത് കോൺഗ്രസിന്റെ അധ്യക്ഷനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടതല്ലേ. ഈ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് അതിന്റെ ലഭ്യത, അതിന്റെ ടാക്സ് കുറയ്ക്കുന്നു, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ശ്രീ സണ്ണി ജോസഫിന്റെ പ്രതികരണം എന്തായിരുന്നു? ഞാനും ഈ വീര്യം കുറഞ്ഞ മദ്യം ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. കഴിഞ്ഞ സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടില്ലായിരുന്നു നികുതിയുടെ കാര്യത്തിൽ. അതല്ലാതെ നികുതി കുറച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല, അത് തെറ്റായ പ്രചാരണമാണെന്നാണ് ശ്രീ റോണി കെ ബേബി MLA പറയുന്നത്. ആദ്യം തന്നെ ശ്രീ റോണി കെ ബേബിയോട് പറയാനുള്ളത്, ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ഈ രീതിയിലത്തേക്കുള്ള ഒരു നിലപാട് യൂട്ടേൺ എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ മന്ത്രിമാരെയും MLA-മാരെയും മണ്ടന്മാരാക്കാൻ സാധിച്ചേക്കും. പക്ഷേ പൊതുജനങ്ങളെ മണ്ടന്മാരാക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം. ദയവ് ചെയ്ത് യുക്തിഹീനമായിട്ടുള്ള വാദങ്ങൾ ഒരു ചർച്ചയിൽ കൊണ്ടുവന്ന് പറയരുത്. താങ്കൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു ഇന്റഗ്രിറ്റി ഉണ്ട്. അപ്പൊ അത് മറ്റൊരാളിന്റെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അത് കളയരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. കാരണം താങ്കളിൽ വിശ്വസിച്ച് താങ്കളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ജനസാമാന്യൻ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ബോധം ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് ഉണ്ടാകേണ്ടതാണ്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. വളരെ വ്യക്തമായിട്ട് കേരളത്തിലുള്ള എല്ലാവർക്കും, കോൺഗ്രസിനെ അനുകൂലിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഇന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ശ്രീ VD സതീശൻ നേരത്തെ പറഞ്ഞിരുന്ന നിലപാടിൽ നിന്ന് യൂട്ടേൺ എടുത്തിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തട്ടിപ്പാണല്ലേ അദ്ദേഹം എന്താണ് ചെയ്തിരിക്കുന്നത്? പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുകയാണ്. വളരെ കാര്യമായിട്ട് നികുതി കുറയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 2 വർഷം മുമ്പ് ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ അതേ കാര്യമാണെങ്കിൽ ഇത് സ്വകാര്യ ഡിസ്റ്റിലറികൾക്ക് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. ഇത് സർക്കാരിന് കിട്ടേണ്ടുന്ന വലിയ വരുമാനത്തിലെ കോടികൾ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 3, ഇത് പാർട്ടിക്ക് ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അഴിമതിയാണ്, കൊള്ളയാണ്. ഇത് കോൺഗ്രസ് മാറുന്നു അല്ലെങ്കിൽ CPM മാറി കോൺഗ്രസ് ആകുന്ന സമയത്ത് ഈ പ്രക്രിയ ആകമാനം മാറണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അത് വിശ്വസിക്കാനായിട്ടുള്ള അത്രത്തോളം വിഡ്ഢിത്തം ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു മര്യാദ വേണ്ടേ? രണ്ടാമത്, ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ശ്രീ റോണി കെ ബേബി മനസ്സിലാക്കേണ്ടത്, മദ്യ നയം എന്ന് പറയുന്നത് UDF-ന്റേതായിട്ട് വരേണ്ടുന്ന ഒരു നയമാണ്. അപ്പൊ അത് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള അവകാശം എക്സൈസ് വകുപ്പിലായിരിക്കണം, മന്ത്രി ശ്രീ ലിജുവിനായിരിക്കണം. അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അദ്ദേഹം കേട്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹവുമായി കൺസൾട്ട് ചെയ്തിട്ടില്ല ഈ രീതിയിലത്തേക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നതിന്. അല്ലാതെ റോണി കെ ബേബി MLA ഇവിടെ പറഞ്ഞത് 251% എന്ന് നിശ്ചയിച്ചിട്ടില്ലായിരുന്നു എന്നാണ്. ഇതൊരു പുതിയ നികുതി ഘടന എന്ന രീതിയിൽ അവതരിപ്പിച്ചതാണ്. 120ഉം 175ഉം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തീരെ നിലനിൽക്കാത്ത ഒരു വാദമാണ്. നേരത്തെ പ്രപ്പോസ് ചെയ്യപ്പെട്ടിരുന്ന നികുതി എത്രയാണോ ആ നികുതിയിൽ നിന്ന് വീണ്ടും കുറയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നികുതി കുറച്ച് വിപണിയിലേക്ക് എത്തിക്കുന്നു എന്നത് തന്നെയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കോൺഗ്രസ് പ്രസിദ്ധീകരിച്ചത്. അതിന് UDF-ന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ എന്നാണ് പറയുന്നത്. ആ മാനിഫെസ്റ്റോയിൽ ലഹരി എന്ന് പറയുന്ന ഒരൊറ്റ ബ്രാക്കറ്റിലേക്ക് മദ്യത്തിനെയും മയക്കുമരുന്നിനെയും ഒരുമിച്ച് ചേർക്കാനാണ് UDF ആഗ്രഹിച്ചത്. നല്ല ഐഡിയ. എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനം കേരളത്തിൽ അതിഗുരുതരമായ വിപത്തായി മാറിയ സാഹചര്യത്തിൽ കേരളത്തെ ഈ മാരക വിപത്തിൽ നിന്നും മുക്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള ശക്തവും ഫലപ്രദവുമായ നയങ്ങളും കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കും. വെറും വാഗ്ദാനം കിട്ടുകയില്ല, അതുകൂടെ മനസ്സിലായില്ലേ? വരും. അപ്പൊ മദ്യത്തിനെയും മയക്കുമരുന്നിനെയും ഒന്നിച്ചു ചേർത്ത് അതിന്റെ വ്യാപനത്തിലെ തടയുന്നതിന് വേണ്ടി ശ്രമിക്കും എന്നാണ് പറയുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ ടാക്സോടുകൂടി ഇതിനെ ഇറക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് വ്യാപനം കുറയുകയാണോ കൂടുകയാണോ ചെയ്യുന്നത്? ലഭ്യത കൂടുതലാക്കിയിട്ട് വ്യാപനം കുറയ്ക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു ടെക്നിക്ക് ഇല്ല. അതിനെവിടുന്നാണോ ബുദ്ധി? തലയ്ക്കകത്ത് വെറും മൂളക്കം മാത്രമേ ഉള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ 2 കാര്യങ്ങളെ പറ്റി ഒരേ രീതിയിൽ തന്നെ ഇവർ പറയുന്നത് പോലെ തന്നെ നോക്കണം. അതായത് മദ്യവും മയക്കുമരുന്നിനെതിരെ 0 ടോളറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ തന്നെ ഓപ്പറേഷൻ തൂഫാൻ നടത്തുകയാണ്. അല്ല, മറിച്ച് അപ്പുറത്തെ സൈഡിൽ മദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എല്ലാം കയ്യിൽ നിന്ന് പോവാ. ഞാൻ പറഞ്ഞത്, ഒരു ഭാഗത്ത് ഒരു ലഹരിയെ നിങ്ങൾ അടിച്ചമർത്തുകയും മറ്റൊരു സ്ഥലത്ത് നിങ്ങൾ അടിച്ചു തൂഫാനായിട്ട് നടന്നോ എന്ന് പറഞ്ഞിട്ട് മദ്യത്തിനെ കൂടുതൽ ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു പോളിസി കൊണ്ടുവന്ന് അതിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ UDF-ന്റെ ഇതിനു മുമ്പുള്ള മദ്യനയം, UDF ഇവിടുത്തെ ജനങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മദ്യനയം എന്നുള്ള ഹെഡിങ്ങിലുള്ള കാര്യമാണ് ഞാൻ വായിച്ചത്. ആ മദ്യനയം എന്നതിനായിട്ട് ചേർന്ന് പോകുന്നില്ല. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഇത് കേവലം ഒരു വിഷയത്തിലല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ധാതു ഖനനവുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഒരു യൂട്ടേൺ ഉണ്ട്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഒരു യൂട്ടേൺ ഉണ്ട്. അതിന്റെ പിന്നാലെയാണ് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു യൂട്ടേൺ വരുന്നത്. ഇത് കോൺഗ്രസിന്റെ അധ്യക്ഷനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടതല്ലേ.
ഈ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് അതിന്റെ ലഭ്യത, അതിന്റെ ടാക്സ് കുറയ്ക്കുന്നു, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ശ്രീ സണ്ണി ജോസഫിന്റെ പ്രതികരണം എന്തായിരുന്നു? ഞാനും ഈ വീര്യം കുറഞ്ഞ മദ്യം ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. ആഭ്യന്തരമന്ത്രി എന്താ പറഞ്ഞേ? ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചല്ലോ, ഇത് നേരത്തെ ഉണ്ടായിരുന്ന നിലപാട് അത് അഴിമതിക്ക് കാരണമാകുമെന്നായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞെന്താ, അതങ്ങനെ അല്ലെന്ന് ഇപ്പൊ ബോധ്യമായി കാണും. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാരെ എതിർത്തല്ലോ, അത് തെറ്റായി പോയെന്ന് ഇപ്പൊ തോന്നിക്കാണും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രതികരിക്കുന്ന ആൾക്കാരെല്ലാവരും മുഖ്യമന്ത്രിയെ കുത്തിയാണ് വർത്തമാനം പറയുന്നത്. കെ എം ഷാജി, ഇപ്പോഴത്തെ തദ്ദേശ മന്ത്രി, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് PM ശ്രീ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ തള്ളും എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതൊരു രാഷ്ട്രീയ പ്രസംഗം മാത്രമായിരുന്നു എന്നാണ്, അല്ലാതെ അതുകൊണ്ട് അറബിക്കടലിൽ തള്ളാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. കാരണം ഈ കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് തരുന്ന പണമുണ്ടല്ലോ, അത് കേന്ദ്ര സർക്കാരിന്റെ സ്വന്തം ഒന്നുമല്ല, എന്റെ നിങ്ങളുടെ നികുതി പണമാണ്. ആ പണത്തിന് നമുക്ക് അവകാശമുണ്ട്. LDF സർക്കാർ അന്ന് പറഞ്ഞ കാര്യമാണ്. LDF സർക്കാരിന്റെയും ഇപ്പോഴത്തെ UDF സർക്കാരിന്റെയും ടോൺ ഒന്ന് തന്നെയാണ് കേട്ടോ, ടോൺ ഒന്ന് തന്നെയാണ്. നോക്കൂ, ഇവിടെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വാദത്തിനെ വളച്ചൊടിച്ച് തന്റേതാക്കി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസിക് ശ്രമമാണ് ശ്രീ റോണി കെ ബേബിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പാർട്ടിക്കല്ല, കോൺഗ്രസ് പാർട്ടി ജയിച്ചാലും പരാജയപ്പെട്ടാലും അടുത്ത ഒരു ടേമിലും താങ്കൾ ജയിക്കണം എന്ന് താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. താങ്കളുടെ പേഴ്സണൽ ഇന്റഗ്രിറ്റി ഇങ്ങനെ ഇല്ലാത്ത ഒരു കാര്യത്തിനെ ന്യായീകരിച്ച് കളയരുത്. താങ്കൾ ഇവിടെ വളച്ചൊടിക്കാൻ ശ്രമിച്ച കാര്യം എന്താണെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ മനസ്സിലായില്ല? വീര്യം കൂടിയ മദ്യത്തിന് സാധാരണ കൊടുക്കുന്ന നികുതി എത്രയാണോ, അതിന്റെ സെയിൽസ് ടാക്സ് എത്രയാണോ, അതിനേക്കാൾ കുറഞ്ഞ നികുതിയായിരിക്കും വീര്യം കുറഞ്ഞ മദ്യത്തിന് എന്നാണ് LDF സർക്കാർ പറഞ്ഞിരുന്നത്. അതാണ് അഴിമതിയാണ്, തട്ടിപ്പാണ്, തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ഡിസ്റ്റിലറുകൾക്ക് പണം ഉണ്ടാക്കി പാർട്ടിക്ക് ഫണ്ട് അടിക്കാനുള്ള പരിപാടിയാണ് എന്ന് VD സതീശൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ LDF എന്താണോ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് അത് തന്നെയാണ് ശ്രീ VD സതീശൻ അവതരിപ്പിക്കുന്നത്. അതിനെ തന്നെയാണ് അതല്ല മറ്റൊന്നാണോ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രീ റോണി കെ ബേബി ശ്രമിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശ്രീ VD സതീശൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് പാൻസ് അല്ല, കാൽപാദം വരെയുള്ള നിക്കറാണ് എന്നാണ് താങ്കളോട് വന്നിരുന്ന് പറയുന്നത്. ഇത് രണ്ടും ഇഫക്റ്റീവ്ലി ഒന്നാണ്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. നോക്കൂ, അവിടെ ഈ ഒയാസിസ് കമ്പനി ഇവിടെ ഒരു പുതിയ ഡിസ്റ്റിലറി ബ്രൂവറി ഒക്കെ വരുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ അതിനെ എതിർത്തിരുന്നതാണ്, നമ്മളൊക്കെ അതിനെ വിമർശിച്ചതാണ്. ആ സമയത്ത് ശ്രീ VD സതീശൻ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ആ പത്രസമ്മേളനം നടത്തിയിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ 1-2 വാചകങ്ങൾ ഞാൻ ശ്രീ റോണി കെ ബേബിയുടെ ഓർമ്മയിലേക്ക് പറയാം. ഒന്ന്, മാറിയ മദ്യനയത്തിനെ കുറിച്ച് അറിഞ്ഞത് ഒയാസിസ് കമ്പനി മാത്രമാണ് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ മദ്യനയം മാറിയത് ആരാ അറിഞ്ഞ്? ശ്രീ VD സതീശൻ മാത്രം അറിഞ്ഞത്, വേറെ ആരും അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. സർക്കാരിന്റെ കാഴ്ചപ്പാട് എന്താണോ അതിന് ചേർന്ന രീതിയിലത്തേക്ക് എവിടെയൊക്കെ ഫണ്ട് അലൊക്കേഷൻ ഉണ്ടാകണം എന്നതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് ആണ് ബജറ്റ്. അങ്ങനെ അവതരിപ്പിക്കുന്ന ബജറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ഫണ്ട് ആണെങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുന്നത്. അവിടെ വെച്ചതിന് ശേഷം ആ കാര്യത്തിൽ ഞങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ബജറ്റിൽ വന്നിരിക്കുന്ന ഈ നിർദ്ദേശത്തിന്റെ പേരിൽ നമ്മൾ ആരെ കുറ്റം പറയണം? പിണറായി വിജയനെ കുറ്റം പറയാൻ പറ്റുമോ? നമ്മളെയാണല്ലോ മച്ചമ്പി. അതായത് LDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നത് പാൻസ് ആയിരുന്നു, പക്ഷേ UDF സർക്കാരിന്റെ കാലത്തുള്ളത് കാലറ്റം വരെ എത്തുന്ന, പാദം വരെ എത്തുന്ന നീളമുള്ള നിക്കറാണ് എന്നാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതും പാൻസ് ആണ്, ഇതും പാൻസ് ആണ്, വ്യത്യാസമൊന്നുമില്ല. അതിനെ താങ്കൾ എങ്ങനെ ന്യായീകരിച്ചു കഴിഞ്ഞാലും അത് മാറുന്നില്ല. എന്തിനുള്ള പുറപ്പാടാണ്ടോ? അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?